അതോ കാഷ്വലായിട്ട് വന്ന് ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നതാണോ? പിന്നെ ഇൻ്റർവ്യൂവിന് എഴുത്ത് പരീക്ഷയുടെ 20% മാർക്കാണ്. ആ സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഉണ്ടാവും. നമ്മൾ നമ്മുടേതായ ഒരു പേഴ്സണാലിറ്റി കൂടെ, വ്യക്തിത്വം കൂടെ നമ്മൾ അവിടെ പ്രസന്റ് ആവുകയാണ് ചെയ്യുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. ഇന്ന് നമ്മോടൊപ്പം പോഡ്കാസ്റ്റിലുള്ളത് സിൽവരാജ് സാറാണ്. സാർ മുൻ PSC മെമ്പറാണ്. സോ നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് PSCയുടെ ഇൻ്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സാറിനോട് തന്നെ ചോദിച്ചറിയാം. വെൽക്കം സാർ. ഓക്കെ, അപ്പോൾ ശരിക്കും ഒരു PSC ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ ടെൻഷനുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് ചോദ്യങ്ങൾ വരിക, എങ്ങനെ അത് ഫേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ എങ്ങനെയാണ് ശരിക്കും ഒരു ഇൻ്റർവ്യൂവിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് സാറൊന്ന് പറയാമോ? നമ്മൾ PSC ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ച് പ്രധാനമായും നമ്മൾ നോക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു റിട്ടേൺ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഭൂരിഭാഗം പോസ്റ്റുകളിലും ഇൻ്റർവ്യൂവിന് കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നത്. അപൂർവം ചില പോസ്റ്റുകളിൽ മാത്രം കാൻഡിഡേറ്റിന് എണ്ണം കുറവാണെങ്കിൽ അവിടെ ടെസ്റ്റ് നടത്താതെ ആ നിയമാനുസൃതം ഉള്ള എണ്ണത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ അവർക്ക് ഇൻ്റർവ്യൂ മാത്രം നടത്തി അവരുടെ റാങ്ക് നിശ്ചയിക്കുന്ന ഒരു സംവിധാനമുണ്ട്. പിന്നെ ടീച്ചിങ് പോസ്റ്റൊക്കെ വരുന്ന സന്ദർഭത്തിൽ അവിടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെ മാർക്ക് അതൊരു പ്രധാന മാനദണ്ഡം. അതിനൊരു നിശ്ചിത ശതമാനം എടുക്കും. എഴുത്ത് പരീക്ഷ ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് അതുപോലെ എടുക്കും, 100-ന് എത്രയാണെന്നുള്ളത് എടുക്കും. പിന്നെ ഇൻ്റർവ്യൂവിന് എഴുത്ത് പരീക്ഷയുടെ 20% മാർക്കാണ് ഇൻ്റർവ്യൂ മാക്സിമമായിട്ട് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ റാങ്ക് നിശ്ചയിക്കുമ്പോൾ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെ മാർക്ക് എത്ര പെർസെൻറ്റേജ് പ്ലസ് എഴുത്ത് പരീക്ഷയുടെ മാർക്ക്, PSC എഴുത്ത് പരീക്ഷ മാർക്ക് ഉണ്ട്, അത് പ്ലസ് പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ 20-നുള്ള എത്രയാണോ ആ കുട്ടി നേടുന്നത് ആ മാർക്ക്. ഒപ്പം ചില പോസ്റ്റുകളിൽ അവർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കാറുണ്ട്. ഉദാഹരണം, ടീച്ചിങ് പോസ്റ്റ് വരുന്ന ഒരാൾ PhD ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ PhD ക്വാളിഫിക്കേഷൻ അതിനകത്ത് യോഗ്യതയിൽ ഇൻസിസ്റ്റ് ചെയ്യാതിരിക്കുകയും ഹയർ ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിശ്ചിത ഗ്രേസ് മാർക്ക് കൊടുക്കും. ഒപ്പം തന്നെ അവർക്ക് സ്റ്റേറ്റ് തലത്തിൽ അവർക്ക് കായിക മത്സരങ്ങളിൽ, അതായത് സ്പോർട്സ് ആർട്സ് കോമ്പറ്റീഷൻസിലും മറ്റ് മേഖലകളിലും അവർക്ക് നിയമാനുസൃത അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിന് കാലാകാലങ്ങളിൽ നിശ്ചയിച്ചിട്ടുള്ള ഗ്രേസ് മാർക്ക് അവർക്ക് നൽകാറുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയാണ് റാങ്ക് നിശ്ചയിക്കുന്നത്. അപ്പോൾ അത് ഇൻ്റർവ്യൂവിൽ വരുന്ന സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർക്കേണ്ട കാര്യം, അവിടെ അവർ സബ്ജക്റ്റ് നോളജ് പ്രത്യേകമായിട്ട് നോക്കും. മറ്റൊന്ന് അവർ സ്കില്ല് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ നോക്കാറുണ്ട്. പിന്നെ അവരെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, സബ്ജക്റ്റ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു. പിന്നെ അവർ മിക്കവാറും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വരുന്ന സന്ദർഭത്തിൽ അവർ മുൻപ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ അവർ എപ്രകാരമാണ് വർക്ക് ചെയ്തത്, ആ വർക്കിനെ കുറിച്ചുള്ള അവരുടെ ഒരു വിശദീകരണം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പരിഗണിച്ച പിന്നെ ഇതെല്ലാം നോക്കിയിട്ടാണ് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് നിശ്ചയിക്കുന്നത്. മൊത്തത്തിൽ ഒരു പോസ്റ്റിലേക്ക് അവർ വരുമ്പോൾ ആ പോസ്റ്റിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സബ്ജക്റ്റ് നോളജ് വേണം. റീസെൻ്റായിട്ടുള്ള ആ മേഖലയിലുള്ള അവരുടെ അറിവ് എത്രമാത്രം അവർ കൈവരിച്ചിട്ടുണ്ട് എന്നത് അവർ മനസ്സിലാക്കണം. പിന്നെ അതിൻ്റെ സ്കില്ല് അത് എത്രയാണെന്നുള്ളത് പ്രധാന ഒരു പ്രസൻറ്റേഷൻ്റെ നല്ലൊരു ക്രൈറ്റീരിയയാണ്. സബ്ജക്റ്റ് നോളജ് നല്ല ക്രൈറ്റീരിയയാണ്. ആപ്റ്റിറ്റ്യൂഡ്, ജോലി ചെയ്യാനുള്ള ഉണ്ടോ, താല്പര്യമുണ്ടോ. അവരുടെ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ തന്നെ അറിയാം അവർ വളരെ സീരിയസ് ആയിട്ടാണ് ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത്, അതോ കാഷ്വലായിട്ട് വന്ന് ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നതാണോ, ഇതൊക്കെ അസസ് ചെയ്യുന്നു. അത് പേഴ്സണാലിറ്റി എല്ലാം അവർ അസസ് ചെയ്തിട്ടാണ് ഏറ്റവും അനുയോജ്യമായ ഉദ്യോഗാർത്ഥികളെ പോസ്റ്റിലേക്ക് നിശ്ചയിക്കുക എന്നതാണ് PSCയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. ഇതൊരു ചടങ്ങ് മാത്രമല്ല. ശരിക്കും മനസ്സിലായ ആൾക്കാർ പറയാൻ പല ഇൻ്റർവ്യൂകളും ചടങ്ങുകളാണെന്ന് പറയും. പക്ഷേ PSC ഇൻ്റർവ്യൂ അങ്ങനെയല്ല. വ്യക്തമായ PSC അംഗങ്ങളുടെ സാന്നിധ്യം, സബ്ജക്റ്റ് എക്സ്പെർട്ടിൻ്റെ സാന്നിധ്യം, ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിനിധികളുടെ സാന്നിധ്യം, ഇതെല്ലാം കൂടെ ജോയിൻ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടാണ് ഇവർ ഇതിനകത്ത് അസസ് ചെയ്യുന്നത്. അസസ് ചെയ്തിട്ട് ഒരു കൂട്ടായ തീരുമാനമാണ് ഇവർ എടുത്ത് നിശ്ചയിക്കുന്നത്. അതായത് PSC ഇൻ്റർവ്യൂ നടത്തുമ്പോൾ PSC ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, പിന്നെ ഒരു ബോർഡ് മെമ്പർ ഉണ്ടാവും, പിന്നെ ഒരു സബ്ജക്ട് എക്സ്പേർട്ട് ഉണ്ടാവും, അല്ലേ? മിനിമം ഒരു 3-4 മെമ്പേഴ്സ് നമ്മുടെ ഇൻ്റർവ്യൂ പാനലിൽ ഉണ്ടാവും. അത് ഓരോ തസ്തികയുടെ നിലവാരം പോലെ ഇരിക്കും.
ഇപ്പോൾ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ തസ്തികയാണെങ്കിൽ എക്സാമ്പിൾ നേഴ്സ് അല്ലെങ്കിൽ എന്നുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയാം ഈ GNM ക്വാളിഫിക്കേഷൻ വരുന്നത് LP സ്കൂൾ അസിസ്റ്റൻറ്റ് ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ ആൾക്കാർ ചിലപ്പോൾ ഒരു മെമ്പറോ ഒന്നിലധികം മെമ്പറോ ഉണ്ടാവും. പിന്നെ എല്ലാത്തിലും സബ്ജക്റ്റ് എക്സ്പെർട്ട് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെൻറ്റ് അത് ആ മേഖലയോട് ബന്ധമുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥനോ തലവനോ അതിൻ്റെ ആളായിട്ടുണ്ടാവും. അതേസമയം ഉയർന്ന പോസ്റ്റ് ഗസറ്റഡ് പോസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ മെമ്പേഴ്സിൻ്റെ എണ്ണം 2 അതിലധികമോ വരാം. അപ്പോൾ നമ്മൾ PSCയിൽ ഡെപ്യൂട്ടി കളക്ടറാണ് സാധാരണ ഏറ്റവും ഉയർന്ന പോസ്റ്റ് വരെ നമ്മൾ നിയമിക്കുന്നത്. ആ സമയത്ത് ചിലപ്പോൾ 3 മെമ്പേഴ്സ് വരെ ഉണ്ടാകും. അത് കമ്മീഷനാണ് തീരുമാനിക്കുക. കാലാകാലം കമ്മീഷൻ തീരുമാനിക്കും അതിൻ്റെ ഓരോ സ്ഥാനത്തിൻ്റെയും അല്ലെങ്കിൽ പദവി ഡെസിഗ്നേഷൻ്റെയും. അതായത് നമ്മുടെ ഈ തസ്തികയുടെ നിലവാരമനുസരിച്ച് എത്ര മെമ്പേഴ്സിനെ പങ്കെടുപ്പിക്കണം എന്നുള്ളത് കമ്മീഷൻ കാലാകാലം തീരുമാനമെടുത്ത് ശരി. അതായത് നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഉണ്ടാവും. പിന്നെ അതുകൂടാതെ തന്നെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ജനറൽ നോളജ് ഒക്കെ അസസ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ അതുകൂടാതെ നമ്മുടെ ബയോഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോകാന്നുള്ളതാണ് അല്ലേ. അതായത് ഈ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു, ആനുകാലികമായി എന്ത് സംഭവിക്കുന്നുള്ളത് വിദ്യാർത്ഥി അറിയണം. പ്രത്യേകിച്ച് ഒരു തസ്തിക ഒരു ഓഫീസിൽ പോകുമ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ജോലിക്ക് വരുന്ന കുട്ടി ഒരു ഉദ്യോഗാർത്ഥി ഹെൽത്ത് മേഖല ആരോഗ്യ മേഖല എന്തൊക്കെ ഇപ്പം സംഭവിക്കുന്നു, പുതിയ പുതിയ സംഭവങ്ങൾ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് വ്യക്തമായി അറിയണം. അപ്പോൾ ഒന്നുകിൽ വായനയിലൂടെ അറിയണം, അല്ലെങ്കിൽ മീഡിയാസിലൂടെ അറിയണം, അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കി അയാളുടെ അറിവ് അപ്ഡേറ്റ് ചെയ്യണം. അവിടെ ആ മേഖലയുടെ അറിവ് വേണം. ഒരു സാധാരണ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യ പൗരൻ എന്ന നിലയിൽ ജനറൽ നോളജ് അറിയണം, കാര്യങ്ങൾ അറിയണം. ഇതെല്ലാം കൂടെ മാത്രമേ അയാൾക്ക് സമൂഹത്തെ പ്രവർത്തിക്കാൻ പറ്റൂ. സമൂഹത്തെക്കുറിച്ച് അറിയണം, വിഷയത്തെക്കുറിച്ച് അറിയണം, അതുപോലെ തന്നെ ഈ തസ്തികയിൽ ചെയ്യേണ്ട ജോലികളെക്കുറിച്ച് അറിയണം. ഇതിനൊക്കെ മനഃപൂർവമായ ഒരു പരിശീലനവും തയ്യാറെടുപ്പും ഉണ്ടെങ്കിൽ മാത്രമേ ഇൻ്റർവ്യൂവിൽ നല്ല നിലവാരത്തിലെത്താനായിട്ട് കഴിയുള്ളൂ. സാധാരണ ഉള്ള കുട്ടികളുടെ ഒരു സംശയമാണ്, ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അത് എങ്ങനെയായിരിക്കും, ഏത് ലാംഗ്വേജ് ആയിരിക്കും സാധാരണ കുട്ടികൾക്ക് അവലംബിക്കാൻ കഴിയുക? അങ്ങനെ പ്രത്യേകമായി ഒരു എൻ്റെ അറിവനുസരിച്ച് അങ്ങനെ നിയമം എഴുതി വച്ചിട്ടില്ല. പക്ഷേ ഒരു സത്യാനത്തുണ്ട്. അതായത് ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ്റെ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ആ ഉദ്യോഗാർത്ഥി ഇംഗ്ലീഷിൽ തന്നെ ആൻസർ പറയുന്നതാണ് അഭികാമ്യം. ഇപ്പോൾ ലാംഗ്വേജ് മറ്റേതിന് ഉറുദു അധ്യാപകൻ, അതുപോലെ തന്നെ ഇത് അറബിക് അധ്യാപകൻ, ഹിന്ദി അധ്യാപകൻ, ഇങ്ങനെയുള്ള പോസ്റ്റുകൾ വരുമ്പോൾ ഇൻ്റർവ്യൂലൂടെ അവരുടെ ഒരു ഭാഷാ എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടെയാണ് നമ്മൾ വാല്യൂറ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് അധ്യാപകൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ആ അധ്യാപകന് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും? അതേസമയം സെക്രട്ടറി അസിസ്റ്റൻ്റ് വരുന്നു, അതല്ല എങ്കിൽ നമ്മളൊരു സാധാരണ ഹൈസ്കൂൾ അധ്യാപകൻ വരുന്നു, ലാംഗ്വേജ് അല്ലാത്ത, അവർക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും അവർ ചെയ്യാം. അത് ആ സമയത്ത് ചോദ്യകർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ലാംഗ്വേജ് അനുസരിച്ച് ഉദ്യോഗാർത്ഥിക്ക് ആൻസർ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയുടെ ശരീരഭാഷ എങ്ങനെയായിരിക്കും അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? സാധാരണ രീതിയിൽ ഒരു ഉദ്യോഗാർത്ഥി ഇൻ്റർവ്യൂ വരുമ്പോൾ അത് നല്ല ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വരണം. ഒരു കാഷ്വലായിട്ട് ഒരു യാത്ര പോകുന്നത് പോലെയോ മറ്റേ രീതിയിൽ വരുന്നത് ഒരിക്കലും അതൊരു സ്വീകാര്യമുള്ള കാര്യമല്ല. കാരണം ഒരു ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ പോകുന്ന പോസ്റ്റിന് പോകുമ്പോഴേക്കും നീറ്റായി ഡ്രസ്സ് ചെയ്യുക, നന്നായി ബിഹേവ് ചെയ്യുക, അതുപോലെ അവിടെ പോയി ഇൻ്റർവ്യൂ റൂമിൽ പോകുമ്പോൾ അവിടെ നന്നായിട്ട് അവരെ പ്രസൻറ്റ് ചെയ്യുക, അതൊരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. വെറുതെ നമുക്കൊരു ജോലി കിട്ടണം, ആ ജോലിക്ക് വേണ്ട എനിക്ക് അതിൻ്റേതായ ഒരു താല്പര്യമുണ്ട് എന്നുള്ള ഫീലിംഗ് അവിടെ അവർ പ്രസൻറ്റ് ചെയ്യണം. അല്ലാതെ കാഷ്വൽ ഡ്രസ്സും ധരിച്ച് കാഷ്വലായി ബുക്ക് മാറേജ് ചെയ്ത് കാഷ്വലായിട്ട് ഹെയർ കോംബ് ചെയ്തൊക്കെ പോകുന്നത് ഒരുപക്ഷേ രാജ്യത്തിൻ്റെ ഇപ്പോൾ രീതി അനുസരിച്ച് ശരിയായിരിക്കാം. പക്ഷേ ഒരു ഇൻ്റർവ്യൂ ബോഡി പോകുമ്പോൾ നമ്മുടേതായ ഒരു പേഴ്സണാലിറ്റി കൂടെ വ്യക്തിത്വം കൂടെ നമ്മളവിടെ പ്രസൻറ്റ് ആകാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡീസൻ്റ്. അപ്പോൾ സ്കൂളിൽ ഒരു അധ്യാപിക വരുന്നു, കാഷ്വൽ ഡ്രസ്സ് ചെയ്ത് വരാൻ പറ്റത്തില്ലല്ലോ. അത് അധ്യാപികയായിട്ട് വരണം. അതൊരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ തന്നെയുള്ള ഡ്രസ്സ് ചെയ്ത് ബിഹേവ് ചെയ്ത് വരുന്നതാണ് എപ്പോഴും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ ജോലി ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമായിരിക്കും. അതും റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം അല്ലേ? ഇപ്പം നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ ജോലി ചെയ്യാനായിട്ടാണ് കിട്ടാൻ വേണ്ടിയാണ് ഇൻ്റർവ്യൂ പങ്കെടുക്കുമ്പോൾ
നമുക്ക് എപ്പോഴും ഒരു താല്പര്യമുണ്ട്. ഞാൻ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ, ഫോർ എക്സാമ്പിൾ സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റൻ്റായിട്ടാണ് ജോലി റാങ്കിങ്ങിൻ്റെ പങ്കെടുക്കുന്നു എങ്കിൽ ഒരു അന്വേഷണം നടത്തുന്നത് വളരെ നല്ലതാണ്. ജോലി കിട്ടിയിട്ട് പല അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് പോകുന്നതിനേക്കാൾ നല്ലത് ഫോർ എക്സാമ്പിൾ പക്ഷേ ഞാൻ പഠിച്ച മേഖലയായിട്ട് ബന്ധം കാണുമായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ച മേഖല ബന്ധം കാണത്തില്ലായിരിക്കാം. പക്ഷേ എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ ചെയ്യേണ്ടി വരുന്ന ജോലികൾ ഇതൊക്കെയാണ് എന്നുള്ളൊരു അന്വേഷണം നടത്തുന്നത് എപ്പോഴും ആ ഇൻ്റർവ്യൂവിന് ആ ഉദ്യോഗാർത്ഥിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ എപ്പോഴും നന്നായിരിക്കും. അതല്ല എനിക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ എന്ത് ആണ് ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ ഉദ്യോഗാർത്ഥി കൺഫ്യൂഷനായി പോകും. ആരെങ്കിലും അത് ചോദിച്ചാൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമ്മൾ നേരത്തെ ജോലി ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ജോലി ചെയ്ത മേഖല എന്ത് വർക്ക് ചെയ്തിരുന്നു അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാണ്. അത് പറയുമ്പോഴാണ് ആ മേഖലയിൽ ആ ഉദ്യോഗാർത്ഥി ശരിക്കും ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇൻവോൾവ് ആത്മാർത്ഥതയോടെയാണോ വർക്ക് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് ചെയ്ത കാര്യങ്ങൾ വ്യക്തമായി ഈ ബോർഡിന് മുമ്പ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റൊരാളിന് മുമ്പ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ്റർവ്യൂ ഒരിക്കലും എന്താ പറയുക, ഒരു ഫ്രണ്ട്ലി ലുക്കിൽ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. കാരണം ഉദ്യോഗാർത്ഥിയോട് അറിയുന്ന കാര്യങ്ങൾ നന്നായി പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരമാണ് അവർ കൊടുക്കുന്നത്. അല്ലാതെ അവർ എങ്ങനെയെങ്കിലും ചോദ്യം ചോദിച്ച് അവരെ ഉദ്യോഗാർത്ഥി ഇറിറ്റേറ്റ് ചെയ്യുകയല്ല ചോദിക്കുന്നത്. അവർക്കറിയുന്ന കാര്യങ്ങൾ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യണം. അതാണ് ബോർഡ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മുമ്പ് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്തൊക്കെ ചെയ്തിരുന്നു, അത് നിങ്ങളുടെ റോൾ എന്തായിരുന്നു, ഇതൊക്കെ വ്യക്തമായി പറയുന്ന ഉദ്യോഗാർത്ഥി ഫ്യൂച്ചറിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യും. അതുപോലെ ഒരു പുതിയ ജോലിക്ക് ആഗ്രഹിക്കുമ്പോൾ ആ മേഖലയിൽ അദ്ദേഹം ചെയ്യുന്നതെന്ന് അറിയണം. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ ഇന്റർവ്യൂവിന് പരീക്ഷിക്കപ്പെടുന്നത് എന്തൊക്കെ അറിയാം എന്നുള്ളതായിരിക്കും, അതിനേക്കാളും എന്തൊക്കെ അറിയത്തില്ല എന്നുള്ള കാര്യമല്ല. അതായത് നമ്മുടെ സബ്ജക്ട് നോളജ് വളരെ നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയും അല്ലേ? അതെ, തീർച്ചയായിട്ടും. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? അതായത് ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് വേറെ നമുക്ക് അതായത് നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് പുതിയ നോളജ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടെ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവുമോ? അത് ഓരോ പോസ്റ്റിനനുസരിച്ചിരിക്കും. ഒരു അധ്യാപക പോസ്റ്റിംഗ് ഒരു എക്സാമ്പിൾ റിസർച്ച് ചെയ്യാൻ ഒരു കാൻഡിഡേറ്റാണ് വരുന്നതെങ്കിൽ ആ റിസർച്ചിനെ കുറിച്ച് അതിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് ചോദിക്കും. ഭാവിയിൽ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിക്കാം. അടുത്ത് ഒരു അധ്യാപിക ആയിട്ട് വരുന്ന സന്ദർഭത്തിൽ അവരുടെ മേഖല ടീച്ചിങ് പ്രൊഫഷനിൽ എങ്ങനെ വിദ്യാഭ്യാസ സംവിധാനം നിങ്ങളുടെ ചിന്ത അനുസരിച്ച് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായമുണ്ടോ, അങ്ങനെ ചോദിക്കാം. ഇന്ന് ആ മേഖലയിൽ ഇന്ന് നേരിടുന്ന വൈഷമ്യങ്ങൾ, നിങ്ങൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിയമിതയായാൽ നിങ്ങൾക്ക് അതിനെ ഏത് രീതിയിൽ അത് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെ നിങ്ങൾ ആശയം എന്ത്, ഇതൊക്കെ സ്വാഭാവികമായിട്ടും വളർന്നു വരുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അല്ലെങ്കിൽ ജനറേഷന് വളരെ അത്യാവശ്യമാണ്. വെറുതെ കാഷ്വലായിട്ട് വരിക, ജോലി ചെയ്യുക പോകുകയല്ല. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പുതിയ താല്പര്യത്തോടെ ഇനിഷ്യേറ്റീവായിട്ട് അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ, നിങ്ങളുടെ വിഷൻ എന്താണ്, അതിനെക്കുറിച്ച് നിങ്ങളുടെ വിഷൻ എന്താണ് എന്നതൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ ഇത്രയും സമയം നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി സക്സസ്ഫുൾ ആയിട്ട് തയ്യാറെടുക്കാം, ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശമൊക്കെ നമ്മൾ കവർ ചെയ്തു എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളോടൊപ്പം ഇത്രയും നേരം ചിലവഴിച്ച സാറിന് നന്ദി. ഓക്കെ, താങ്ക് യു.